ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഒരു തുള്ളി വെള്ളമോ പാലോ ഒന്നും ചേർക്കാണ്ട് പെർഫെക്റ്റ് നൂൽപുട്ടും അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ചോറ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഫൈനായിട്ട് അരച്ചേക്കണത് കേട്ടോ. അരച്ചെടുത്ത ചോറിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് ഫൈൻ അരിപ്പൊടിയാണ് എടുത്തേക്കണേ. ഇത് കുറേശ്ശെ ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. നമ്മൾ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുക അല്ല വെള്ളം തിളച്ച വെള്ളത്തിൽ മാവിട്ട് കുഴയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കണ പോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. എളുപ്പ പരിപാടിയാണ്. നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് 1 കപ്പ് മാവ് മുഴുവനും വേണ്ടി വന്നു 1/2 കപ്പ് ചോറിന്. ഇതിങ്ങനെ അടച്ചു വെച്ച് ഇതിനുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നൂൽപുട്ട് റെഡിയാക്കാം. കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി വെച്ചേക്കണതാണ്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇതും പട്ടാണിയിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പട്ടാണി വേവാനുള്ള വെള്ളം ചേർത്ത് 3 വിസിൽ വിട്ടെടുക്കാം. പട്ടാണി ഉരുളക്കിഴങ്ങ് വേവുമ്പോഴേക്ക് നമുക്ക് 2 സാധനം ചതച്ചെടുക്കാം. 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 3 ഗ്രാമ്പ്, 3 ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതൊക്കെ ചേർത്തോളും. 3 ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. 1 സവാള, കുറച്ച് വേപ്പില. സവാള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. സവാള സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. 1 തക്കാളി ചേർക്കാം. കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ചേർത്ത് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പട്ടാണി ഉരുളക്കിഴങ്ങ് ഒന്ന് കുത്തി ഉടയ്ക്കാം. നമുക്ക് ഒരുപാട് കുഴഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കുത്തി ഉടയ്ക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ പട്ടാണി ഉരുളക്കിഴങ്ങും ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. നല്ലോണം തിളച്ചതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. കൂട്ടാൻ നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്ത് നമുക്ക് കൂട്ടാൻ വറുത്തിടാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതാണ് ചേർക്കണേ. എണ്ണയിലൊന്ന് ഇത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് പകുതി തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി തിളപ്പിക്കുക ഒന്നും വേണ്ട കേട്ടോ. മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവിൽ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കണവരെ മാറ്റി വയ്ക്കുമ്പോൾ അടച്ച് വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ മുൾഭാഗം ഡ്രൈ ആയി പോകും. നമുക്ക് സാധാരണ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പോലെ അച്ചിലേക്ക് മാവ് വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലോണം തിളച്ചു 10 മിനിറ്റ് ആവി കയറ്റി. നൂൽപുട്ട് റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തുറന്ന് നോക്കാം. സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നൂൽപുട്ടും അതിനുള്ള ഒരു സൈഡ് ഡിഷും ആയിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.